ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി മട്ടൻ കറി നെയ്ച്ചോറുമാണ്. പിന്നെ എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2 ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, 2-3 ഏലക്കായ, 3 ക്ലൗസ്, ജീരകം ഒരു 1/4 ടീസ്പൂണ്, പിന്നെ ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കണുണ്ട്. മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മട്ട ഇട്ട് കൊടുക്കാം. ഇത് 1 കിലോ മട്ടനാണ്. ഈ മട്ടന് ഇതിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഫ്ലേവറൊക്കെ ഒന്ന് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മട്ടനിൽ ഈ പേസ്റ്റ് ഇതൊക്കെ ഒന്ന് നന്നായി പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിൽ 1 കപ്പ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളി ഇടുമ്പോൾ മട്ടൻ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് വിസിലിടാണ്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. തുറന്നിട്ട് വീണ്ടും നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. മസാല ഒക്കെ ഈ മട്ടനിൽ പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് നമുക്കിത് വിസിലില്ലാണ്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് മൂടിയിട്ട് വേവിക്കാം. വിസിലിടണില്ല, കാരണം ഈ മട്ടനിലെ വെള്ളമൊക്കെ ഈ മസാലയിൽ ഇറങ്ങി നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ മട്ടനിലേക്ക് നമ്മൾ ഉള്ളി വറുത്തിട്ട് അരച്ചിട്ടാണ് ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 4 ഉള്ളി വറക്കാൻ വെച്ചിട്ടുണ്ട്. ഉള്ളിയൊക്കെ വറുത്ത് നന്നായിട്ടുണ്ട്. അത് നമ്മൾ കോരിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മട്ടനിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കുമ്പോൾ വിസിലിടാണ്ടാണ് നമ്മളിതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വെള്ളമൊക്കെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മട്ടൻ ഒന്ന് വേവാൻ വെക്കണം. അധികം വെള്ളം ഒഴിക്കരുത്, കാരണം മട്ടനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഇതിൽ ഓൾറെഡി വെള്ളമായിട്ടുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വിസിലിട്ടിട്ട് ഒരു 5 വിസിൽ പോകുന്നത് വരെ കുക്ക് ചെയ്യുക. 5 വിസിൽ പോയാൽ ഈ മട്ടനൊക്കെ നന്നായി വേവും. ചില മട്ടന് വേവ് കൂടുതലുണ്ടാവും, അത് അനുസരിച്ച് വിസിൽ പോകണം. പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത ഉള്ളിയും ഒരു 3 തക്കാളി ചെറുതും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിർത്ത് വെള്ളത്തിലിട്ട് കുതിർത്തതും കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. വറുത്ത ഉള്ളി നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യണത്. 5 വിസിൽ പോയിട്ട് നമ്മളെ മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മസാല ഒക്കെ മട്ടനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച മിശ്രിതം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പും ഉള്ളിയും തക്കാളിയും കൂടെ, ഉള്ളി വറുത്തിട്ടാണ് അതും കൂടെ അരച്ചത് ഇതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് ഇതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് വിസിലില്ലാതെ മൂടിയിട്ട് ഒരു 4 മിനിറ്റ് നേരം ഒന്ന് വെക്കാം, വിസിൽ ഊരിയിട്ട്. ഇത് മട്ടൻ വെന്ത കാരണം ഇനി വിസിലിടണ്ട. ഇതിൽ എണ്ണൊക്കെ തെളിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മട്ടനിലെ എണ്ണൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പാം. അടിപൊളി മട്ടൻ കറിയാണ്. ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്കിത് എടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില അരിഞ്ഞത് നമുക്ക് ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലൊരു 2 കഷ്ണം പട്ട, 3 ഏലക്കായ, 3 കരയാമ്പൂവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1.5 കിലോ അരിക്കുള്ള നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. കൈമ റൈസ് കൊണ്ടാണ്. പിന്നെ ഇതിലൊരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള അധികം വാടൊന്നും വേണ്ട, കുറച്ച് വാടിയാൽ മതി. ഇനി 1.5 കിലോ അരിക്കുള്ള നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. ഇത് കൈമ റൈസ് ഒരു 10 മിനിറ്റ് നേരം കഴുകി വെള്ളത്തിൽ കുതിർത്തതാണ്. 10 മിനിറ്റ് നേരം കുതിർത്ത അരി നമ്മൾ നന്നായിട്ട് വാറ്റിയിട്ട് ഈ നെയ്യിലിട്ടിട്ട് ഒരു 4 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം അരി പൊടിയാതിരിക്കാൻ. പിന്നെ ഇതിൽ തിളച്ച വെള്ളമാണ് ഒഴിക്കണത്. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതായത് 1 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ അതേ ഗ്ലാസ് കൊണ്ട് 1.5 ഗ്ലാസ് വെള്ളം എടുക്കുക. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളം ഒഴിക്കണം അരി വറുത്തതിൻ്റെ ശേഷം വെക്കുമ്പോൾ. ഇനി ഇത് നന്നായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചോറൊക്കെ നന്നായി വെന്തുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ഉള്ളിയും വറുത്തത് ഇട്ട് കൊടുക്കാം. അടച്ച് മൂടി വെക്കാം. 5 മിനിറ്റ് നേരം അടച്ച് മൂടി വെച്ചതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പാം. ഇതിൻ്റെ മുകളിലും കുറച്ച് ഗാർണിഷ് ചെയ്യാൻ അണ്ടിപ്പരിപ്പും മുന്തിരി ഉള്ളി ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മട്ടൻ കറി നെയ്ച്ചോറും റെഡി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.